إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഉപദേശങ്ങളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായും മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോക ആരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കപ്പെട്ടു വരുന്ന ഒരു ദിനമാണ്. ശരീരം തളർന്നാലും മനസ്സിന് നല്ല ആരോഗ്യവും സ്വസ്ഥതയും ഒരു സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ശരീരത്തിന്റെ ആരോഗ്യം പോലെ, ഒരു ആഫിയത്ത് പോലെ, മനസ്സിന്റെ ഒരു ആഫിയത്ത്, ഒരു സൗഖ്യം, ഒരു സുഖം, ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു ആരോഗ്യവും ഉണ്ടാകണമെന്നതാണ് ലോകാരോഗ്യ സംഘടന മനുഷ്യർക്കു വേണ്ടി നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നതൊക്കെയാണ് ശാസ്ത്ര പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അങ്ങനെ മനസ്സിന്റെ കരുത്ത് നേടി വിജയിച്ച, പ്രതിസന്ധികളെ അതിജയിച്ച മുൻഗാമികളുടെ ജീവിതം നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ, നമ്മുടെ രാജ്യത്ത്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച എത്രയോ മനുഷ്യരുടെ പരീക്ഷണങ്ങളെ, ജീവിത പ്രതിസന്ധികളെ, വൈകല്യങ്ങളെയൊക്കെ അതിജയിച്ച് ജീവിച്ച ചരിത്രവുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹെലൻ കെല്ലറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കഠിനാധ്വാനം കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട് തന്റെ വൈകല്യങ്ങളെ മൊത്തം അതിജയിച്ച ധീരയായ ഒരു വനിതയായിരുന്നു ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. 19 മാസം പ്രായമാകുമ്പോഴേക്ക്
മസ്തിഷ്ക ജ്വരം ബാധിച്ച് അവരുടെ കാഴ്ച തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കേൾവി തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ ശക്തി വീണ്ടെടുത്ത് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ ആവശ്യമായ ആത്മധൈര്യം നേടിയെടുത്ത് സാഹിത്യ ലോകത്ത് അടർത്തി മാറ്റാനാവാത്ത വിധമുള്ള ഒരു വലിയ എഴുത്തുകാരിയായി അവൾ അറിയപ്പെട്ടു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിരന്തരമായി ഇടപെടാൻ അവർക്ക് സാധിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരുന്ന അധ്യാപന രംഗത്ത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ അവരൊരു ആത്മകഥ തന്നെ ലോകത്തിന് സമർപ്പിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ വൈകല്യങ്ങളെ, പ്രയാസങ്ങളെ മനസ്സ് തളരാതെ തന്നെ അങ്ങനെ പിടിച്ചു നിർത്തി ജീവിതത്തിൽ വിജയിച്ച എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മനസ്സിന് അതിന് റാഹത്തുണ്ടാകുന്ന ഒരവസ്ഥ, മനസ്സിനൊരു സമാധാനവും ഒരു കുളിരും ഒരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തുള്ള ഒരുപാട് ഗവേഷണ പരീക്ഷണങ്ങൾക്ക് അപ്പുറത്തുള്ള ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ അപ്പുറത്തു നിന്നുള്ള ഒരുപാട് പാഠങ്ങൾ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നമ്മുടെ മനസ്സിന്റെ ആനന്ദം കിട്ടുന്ന, മനസ്സിന് റിലാക്സ് കിട്ടുന്ന, മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരുപാട് പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കുമെന്നാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കുമെന്നാണ്. നമ്മുടെ ഓരോ ഇബാദത്തുകളും നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുമെന്നാണ്. നമ്മുടെ ഹൃദയത്തിന്, മനസ്സിന് ബാധിക്കുന്ന ഏത് സങ്കടങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒന്ന് നമ്മുടെ ഇബാദത്തുകളാണ്. അസ്വലാത്ത്, നമസ്കാരം അതിന് ഏറ്റവും വലിയ ഒരു മരുന്നാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത്, മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സിന്റെ ഒരു വിശാലത, അത് നമ്മുടെ മനസ്സിന്റെ കുടുസതയെ ഇല്ലാതാക്കുന്നു. പരസ്പരം സഹായിക്കുമ്പോഴുള്ള ഒരു ആനന്ദവും ഒരു ആത്മസംതൃപ്തിയും ഒരു ആത്മീയതയും നമുക്ക് ലഭിക്കുന്നു. നോമ്പിലൂടെ, നോമ്പ് കാലമാകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിന്റെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഇറക്കി വെക്കുന്നു. ഹജ്ജും ഉംറയും ഒക്കെ കഴിയുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് ഒരുപാട് പരിവർത്തിപ്പിക്കപ്പെടുന്നു. മനസ്സ് ഒരുപാട് വിശാലമാകുന്നു. ദീനിന്റെ ആത്മീയതയിലേക്ക് നമ്മളെ പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ ഇബാദത്തിനുണ്ട്. നമ്മളത് പലപ്പോഴും അനുഭവിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകളിലൂടെ മനസ്സിന്റെ സ്വസ്ഥതയും ആനന്ദവും അനുഭവിച്ചിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങളെ കുറക്കാൻ, നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ, മനസ്സിന് കൂടുതൽ ഈമാനിന്റെ കരുത്തും ഇഖ്ലാസും ആത്മവിശ്വാസവും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അതുണ്ട് എങ്കിൽ ശരീരത്തിന്റെ പ്രയാസങ്ങളെയൊക്കെ മനസ്സിന്റെ കരുത്തുകൊണ്ട് നമുക്ക് മറികടന്നു പോകാൻ കഴിയും. ഫൈന ഇബാദത്തുഹും തൗഅൻ വമഹബ്ബതൻ വരിള. നമ്മുടെ ഇബാദത്തുകൾ അത് അല്ലാഹുവിനോടുള്ള ഒരു അനുസരണമാണ്, യഥാർത്ഥത്തിൽ ഒരു വിധേയത്വമാണ്. അത് അള്ളാഹുവിനോടുള്ള മഹബത്ത് കൂടിയാണ്. ഒരു സ്നേഹ കൈമാറ്റം അതിലുണ്ട്. അതിന്റെ തീവ്രമായ സ്നേഹമാണ് അള്ളാഹുവിനോടുണ്ടാവുന്ന സ്നേഹം എന്ന് പറയുന്നത്. വരിളൻ, അതിലൂടെ നമുക്ക് സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഫഫീഹ ഖുറത്തു ഉയൂനിഹിം, അതിൽ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇബാദത്തുകൾ കൊണ്ട്. അതുപോലെ തന്നെ സുറൂരി ഖുലൂബിഹിം, അത് നമ്മുടെ മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. വലദ്ദത്തു അർവാഹിഹിം, അത് നമ്മുടെ റൂഹിനെ, നമ്മുടെ ആത്മാവിന് ഒരു തരത്തിലുള്ള ആനന്ദം അനുഭവിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നുണ്ട്. സഹാബികൾ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ആളുകൾ അറിഞ്ഞു രാത്രി നമസ്കരിക്കുന്നു, സുബഹിക്ക് മുമ്പേയുള്ള സമയത്ത് അവർ എണീറ്റ് നമസ്കരിക്കുന്നു. അതറിഞ്ഞ മുശ്രിക്കുകൾ പല സഹാബികളെയും കളിയാക്കി. എന്തിനാണ് വെറുതെ ഉറക്കൊക്കെ കളഞ്ഞിട്ട് ഒരു നേരം പോക്ക് ഏർപ്പാടിന് പോകുന്നത് എന്ന നിലക്ക് അവർ വിമർശിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സഹാബത്ത് പരാതി പറഞ്ഞു, ഞങ്ങളിങ്ങനെ പലരും കളിയാക്കുന്നുണ്ട് പ്രവാചകരെ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാത്ത്,
എനിക്ക് കണ്ണുകൾക്ക് ആനന്ദം കിട്ടുന്നത്, എന്റെ കണ്ണിന് തണുപ്പും കുളിർമയും അനുഭവിക്കാൻ കഴിയുന്നത് നമസ്കാരത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയണം, നമുക്ക് നമസ്കരിക്കാം, നമസ്കാരം കൊണ്ട് നമുക്ക് റാഹത്ത് നേടാം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. ഈ റാഹത്ത് എന്തിനാണ് കിട്ടുന്നത്? റാഹത്തുൽ ഖൽബി മിൻ തഅബിദ് ദുനിയ എന്നാണ്. ദുനിയാവിന്റെ ഒരുപാട് ക്ഷീണം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. നമ്മൾ ക്ഷീണിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. ദുനിയാവിൽ പല സങ്കടങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മല പോലെ വന്നു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു റാഹത്തുൽ ഖൽബ് കിട്ടാൻ നിങ്ങൾ ഇബാദത്തുകളിലേക്ക് മടങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക. ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ, സൂര്യന് ചന്ദ്രനൊക്കെ പ്രയാസം നേരിടുമ്പോ, ഒരു ഗ്രഹണം ബാധിക്കുമ്പോ നമ്മളോട് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നമസ്കാരത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ നമസ്കരിക്കൂ എന്നാണ്. ആ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക സംവിധാനങ്ങളെ ഒന്ന് നേരെയാക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അത്തരം മാനസികമായ വിഷമങ്ങൾ ഭൂമിക്കോ പ്രപഞ്ചത്തിനോ സംഭവിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരു ദുരന്തം വരുന്നു എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രയാസപ്പെടുമ്പോ നിങ്ങൾ നമസ്കാരത്തിൽ അഭയം പ്രാപിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ നിങ്ങൾ സ്വലാത്തുൽ ഇസ്തിഖാറ, അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിന് 2 റക്അത്ത് നമസ്കരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒന്നിൽ യഖീൻ ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. നമസ്കാരത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മാനസിക സംഘർഷം കുറക്കാൻ നമസ്കാരത്തിലേക്ക് നിങ്ങൾ തിരിയുക എന്നാണ്. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി, അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് കിട്ടി. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ ശുക്റിന്റെ സുജൂദ് ചെയ്യുക എന്നാണ്. കാന ഇദാ താഹു അംറുൻ യസുറുഹു ഔ യുസറു ബിഹി ഖറ സാജിദൻ ശുക്രൻ ലില്ലാഹ് എന്ന് പഠിപ്പിക്കാൻ, ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കാൻ. ഇതൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? സന്തോഷവും സങ്കടങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായാലും നമസ്കാരത്തിന് അതിലേക്ക് വരുമ്പോൾ അല്ലാഹുവിലേക്കുള്ള സാമീപ്യം കൊണ്ട് നമുക്കിതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രിയപ്പെട്ടവരെ. സഹാബത്ത് നോക്കൂ, മരണം ഇങ്ങനെ മുന്നിൽ കണ്ട സന്ദർഭങ്ങൾ ഉണ്ടായി, യുദ്ധത്തിൽ മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ ഉണ്ടായി, യുദ്ധത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, തടവിലാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി, അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹാബത്തിന്റെ ജീവിതം നമ്മൾ കേട്ടിട്ടില്ലേ? ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലെ, അവർ കുരിശുണ്ടാക്കി കുരിശിൽ തറച്ചാണ് അദ്ദേഹത്തെ കൊല ചെയ്യുന്നത്. ഇത്ര ക്രൂരമായാണ് കൊല ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരുപാട് അദ്ദേഹത്തെ അപമാനിച്ചു, നബിയെ കളിയാക്കി. എന്നിട്ട് അവസാനം ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ എന്ന്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. വളരെ ധൃതിയിൽ അദ്ദേഹം നമസ്കരിക്കാൻ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ നമസ്കാരം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ്, അങ്ങനെ അവസാനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് നമസ്കരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഖുബൈബിന് മരണത്തെ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സമയമെടുത്ത് നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് ഖുബൈബ് വളരെ പെട്ടെന്ന് 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കുകയാണ് എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് പോലും മനസ്സിന്റെ ഒരു റാഹത്തിന് വേണ്ടി, ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടി, ഒരു സ്വസ്ഥമായ മരണത്തിനു വേണ്ടി നമസ്കാരത്തെ അവർ കണ്ടിരുന്നു എന്നാണ്. കുരിശുണ്ടാക്കി കൈകാലുകൾ വരിഞ്ഞുകെട്ടി അമ്പുകൾ ഓരോന്നായി എയ്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ക്രൂരമായി വകവരുത്തുകയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ആ കുരിശിൽ തറച്ചിറങ്ങിപ്പോവുകയായിരുന്നു. ഒരു കുന്നിന് മുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 സഹാബത്തിനെ പറഞ്ഞയച്ചാണ് അതിൽ നിന്നിറക്കി അദ്ദേഹത്തെ കബറടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിക്കുന്നത് ഇബാദത്തുകൾ, നമസ്കാരം പോലെ നമുക്ക് സ്വസ്ഥത തരുന്ന ഒരു ഇബാദത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ നമുക്ക് നൽകിയിട്ട് പലപ്പോഴും കൗൺസിലിംഗ് സെന്ററുകളിൽ തിരക്കാണ്, പലതും പറഞ്ഞു തീരാത്ത പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ സങ്കടങ്ങളാണ്, ഭാര്യയും ഭർത്താവും പ്രശ്നങ്ങളാണ്, മാതാപിതാക്കൾ പ്രശ്നങ്ങളിലാണ്, ജോലി സ്ഥലത്ത് സംഘർഷങ്ങളാണ്, ജീവിതം തന്നെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കാൻ ഇതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് സ്വസ്ഥമാകാനുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് നേരമില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് നേരമില്ല.
ദിക്റുകൾ ചൊല്ലാൻ പോലും നമുക്ക് നേരമില്ല. 5 മിനിറ്റ് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലയും ഒക്കെ ഒന്ന് ചൊല്ലാൻ നമുക്ക് സമയം കുറച്ച് മതി. പക്ഷേ നമ്മൾക്ക് തിരക്കാണ്. നമ്മുടെ സ്വസ്ഥത കിട്ടുന്ന ദിക്റുകളെ കുറിച്ച്, നമസ്കാരത്തെ കുറിച്ച്, സുന്നത്തുകളെ കുറിച്ച്, കുറച്ചേറെ ഇരുന്ന് പടച്ചവന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്ന ദുആകളെ കുറിച്ച് നമുക്കല്ല പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. ഓട്ടാണ് നമുക്ക്. മൈശത്തിനെ കുറിച്ച് ടെൻഷനാണ്. പലർക്കും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ പലതും ഓർത്തോർത്ത് സങ്കടങ്ങളാണ്. വരുത്തി വെക്കുന്ന വിനകളെ കുറിച്ചാണ്, ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചാണ്. പരസ്പരം പലരോടും കലഹിച്ച് മാനസികമായ സംഘർഷത്തിലാണ്. ഉണ്ടാക്കി വെക്കാൻ സ്വാഭാവികമായി ഉണ്ടാക്കി വെക്കുന്ന ഫിത്തനകൾ കൊണ്ട് അത് ആലോചിച്ച് പിന്നെ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. പലരും പിണക്കം, പ്രശ്നം, സ്വത്ത്, അടിപിടികൾ, കലഹങ്ങൾ, പലതും പറഞ്ഞുപോയത് തിരുത്തേണ്ടത് തിരുത്താതെ കിടക്കുന്നതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, പാപങ്ങൾ ചെയ്തു പോയതിന്റെ മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനെയൊക്കെ മനുഷ്യൻ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്തു പോയതിനെ കുറിച്ച്. ചിലരോ ഇന്നത്തെ കാലത്തെ കുറിച്ച് ഓർത്ത് ടെൻഷനാണ്. റിസ്കിനെ കുറിച്ചാണ്. എങ്ങനെ സമ്പാദിക്കും, കുട്ടികൾ എങ്ങനെ പോറ്റും, കുടുംബത്തെ എങ്ങനെ വളർത്തും, നാളെ അവന്റെ ലോകം എന്താവും, ജോലി എന്താകും, കുടുംബം എന്താകും, അങ്ങനെ ആലോചിച്ച് ടെൻഷനാണ്. നാളെക്കുറിച്ചും ഇന്നിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് മനുഷ്യൻ. വെറുതെ മനസ്സിന് ഭാരം കൊടുക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തിയാൽ അതിന്റെ വഴികളൊക്കെ അള്ള പറഞ്ഞു തരുന്നു. നിങ്ങളുടെ പ്രശ്നം കുറക്കാനുള്ള വഴികൾ അള്ള പറഞ്ഞു തരുന്നു. അതിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുമായിട്ടുള്ള സംസാരമാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ നടക്കുന്നത്. ഒരു മുനാജാത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ റാഹത്താക്കുന്നത് അള്ളായിട്ടുള്ള ആ ബന്ധമാണ്, ആ സംസാരമാണ്. അത് കണക്റ്റ് ആവുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം പൊട്ടി പിരിയുന്നതിനിടക്ക് അള്ളാഹുമായിട്ടുള്ള ഈ സംസാരത്തിൽ നമ്മൾ അള്ളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര നേരമാണ് ഡിസ്കണക്റ്റ് ആയി പോകുന്നത്? പലപ്പോഴും നമ്മുടെ ഓർമ്മകൾ തന്നെ ഇലക്കെയാണ് പോണത്. എന്താണ് ചൊല്ലുന്നത് എന്ന് ഓർമ്മയില്ലേ, എവിടെ നിൽക്കണമെന്ന് ഓർമ്മയില്ല, എന്താണ് ചെയ്യുന്നത് എന്ന് ഓർമ്മയില്ല. യാന്ത്രികമായി നമ്മൾ അങ്ങനെ കടന്നു പോവാണ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഡ്രൈവിംഗ് പഠിക്കണക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും. എവിടെയാണ് ക്ലച്ച്, എവിടെയാണ് ഗിയർ, എവിടെയാണ് ഇത് പിടിക്കേണ്ടത്, എത്ര അളവിലാണ് ഓടിക്കേണ്ടത്, ഗ്ലാസ് എത്ര ടൈമാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എത്ര സൂക്ഷ്മതയിലാണ് ഓരോരുത്തരും ഡ്രൈവിംഗ് പഠിക്കുക അല്ലെ. ഇതിലെ ഡ്രൈവിംഗിന്റെ വണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എത്ര ശ്രദ്ധയിലായിരിക്കും ഡ്രൈവിംഗിന്റെ തുടക്കത്തിൽ. പക്ഷെ ഡ്രൈവിംഗ് ആണ് ശീലായാലോ പിന്നെ നമ്മളിത് വല്ലതും ഓർക്കണ്ടോ? നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരിക്കും. നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്, ഡ്രൈവിംഗിലാണ്, പ്ലാനിങ്ങിലാണ്, അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത്, പിന്നെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ആലോചിച്ചങ്ങനെ കണക്ക് കൂട്ടാണ്. അവിടെ എത്തിച്ചേരുമ്പോ അവിടെ എത്തിയെന്ന് മനസ്സിലാകണം നമുക്ക്. അത്രമാത്രം നമ്മൾ അതുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ നമുക്കിത് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് പലരും നമസ്കരിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യണത്, എവിടെയാണ് ഇത് നിൽക്കുന്നത് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ആത്മാവ് നഷ്ടപ്പെടും, ഇതിന്റെ റൂഹ് നഷ്ടപ്പെടും. ശരീരത്തിന് റൂഹ് എത്ര പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് നമസ്കാരത്തിലെ ഖുശൂ, ശ്രദ്ധ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുപാട് മനസ്സിന്റെ പ്രശ്നങ്ങൾ കുറയുമെന്നാണ്. ഇന്ന അഹദകും ഇദാ ഖാമ ഫീ സലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹു ഔ ഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്, നമ്മൾ നമസ്കരിക്കാൻ ഒരുങ്ങിയാൽ നമ്മൾ അല്ലാഹുവായിട്ട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിലോ നമ്മുടെ ഈ ഖിബ്ലയുടെയും മുന്നിൽ അതിനിടയിൽ റബ്ബുണ്ട് എന്നൊരു വിചാരം നമുക്ക് ഓർമ്മയുണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നിസ്കാരത്തെ ആ തരത്തിലൊരു ഫീൽ നമുക്ക് തരുന്നുണ്ടോ, ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ എന്ന് ആലോചിച്ചു. ചില ആളുകൾക്ക് നമസ്കാരം തന്നെ ഒരു ടെൻഷനാണ്. ടെൻഷൻ തീർക്കാനാണ് നിസ്കാരം. ചില ആൾക്കാർക്ക് നമസ്കാരം തന്നെ ഒരു ഭാരമാണ്, ഒരു ടെൻഷനാണ്. നീ നിസ്കരിക്കണമല്ലോ എന്ന് വലിയ സങ്കടത്തിൽ പറയാണ്, ഓ നീ നിസ്കാരം ബാക്കിയുണ്ട്. ഒരു പ്രയാസം പോലെയാണ് പലപ്പോഴും ആളുകൾ നമസ്കാരത്തെ തന്നെ നോക്കിക്കാണുന്നത്. മനസ്സിന് റാഹത്ത് കിട്ടാനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് തന്നെ ടെൻഷനായി മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈമാൻ ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ മധുരം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അള്ള നമ്മളെ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മനസ്സിൽ അള്ള നിറയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ നിൽക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോ അള്ളാന്റെ ഒരു മറുപടി ഉണ്ട്. അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ള ഒരു മറുപടി പറയുന്നുണ്ട്, ഹമിദനി അബ്ദി,
എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന അള്ളാന്റെ ഒരു അപ്രീസിയേഷൻ, ഒരു പുകഴ്ത്തലുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് കണക്ട് ആകണം. പടച്ചവനായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്കത് കിട്ടണം, ഫീൽ ചെയ്യണം. അതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്തായി പറയണത് എന്നതിന്റെ ഒരു പൊരുള് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രാർത്ഥനയുടെ ആയത്തുകളുടെ ചൊല്ലുന്നതിന്റെ അർത്ഥവും ആശയമൊക്കെ പഠിക്കുമ്പോൾ നമുക്കിത് കിട്ടുമെന്നാണ്. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും അസ്സലാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വീണ്ടും ഇതാ പുകഴ്ത്തിയിരിക്കുന്നു എന്നാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്റെ അടിമ എന്ന് അള്ളാഹ് നമുക്ക് മറുപടി പറയുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വബൈന അബ്ദി, ഞാനും എന്റെ അടിമ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ അടുത്തടുത്ത് നമുക്കിടയിൽ ഇങ്ങനെ ഒരു തടസ്സമില്ലാതെ ആയിരിക്കുന്നു എന്നാണ്. എന്നിട്ടോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ വലിയ അബ്ദി മാ സഅല, എന്റെ അടിമ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിതിന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന നിലക്ക് അള്ളാഹ് നമ്മളോട് അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ ചോദിക്കാൻ, പടച്ചോനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു, പടച്ചോനെ നീ എന്നെ നേർവഴിക്കാക്കണേ, ഈ നീ ലലാലത്തിലാക്കിയവരുടെ റളബ് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കല്ലേ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കണേ എന്ന് പറയുമ്പോൾ എന്റെ അടിമ എന്നോട് പലതും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനത് നൽകാൻ ബാധ്യസ്ഥനാണ് എന്ന നിലക്കല്ല നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് നല്ല ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടിയൊക്കെ ആവുമ്പോൾ നമുക്കതിന് സാധിക്കുമെന്നാണ് ഖുർആൻ നമ്മോട് പറഞ്ഞു. വഖിമിസ് സ്വലാത്ത് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ, നിങ്ങൾ നമസ്കരിക്കുക, അത് നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ആക്കും, മനസ്സിന്റെ മാലിന്യത്തെ ഇല്ലാതാക്കും, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ ഇബാദത്ത് സഹായിക്കും, നിങ്ങൾ അല്ലാഹനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. നിസ്കരിക്കുമ്പോൾ ഓർക്കണം, നിസ്കരിച്ചു കഴിഞ്ഞാൽ ധാരാളമായി ഓർക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഇബാദത്ത് നമ്മളെ സഹായിക്കും. തെറ്റ് ചെയ്യുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എത്രയാണ്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ, ഒരു ദുൽമ ചെയ്യുമ്പോൾ, ഒരാളെ ഉപദ്രവിക്കുമ്പോൾ, ഒരാളെ മോശം പ്രവർത്തന കാര്യങ്ങൾ നമ്മൾ അയാളെ പറ്റി പറയുമ്പോൾ, ഒരു മോഷണം നടത്തുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എത്രയാണ് പ്രയാസങ്ങൾ പേർന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കും. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും അത് വേണ്ടില്ലായിരുന്നു മനസ്സിങ്ങനെ നമ്മളെ തപ്പിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം ശരിക്കും നമ്മുടെ നമസ്കാരം നമ്മളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, സുബ്ഹി നമസ്കാരം നിങ്ങൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ഫീ ദിമ്മത്തില്ല, അന്ന് നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ കാവലേറ്റെടുക്കുമെന്നാണ്. അള്ളാഹ് നമ്മുടെ കാവലേറ്റെടുത്താൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അള്ളാഹ് നമ്മുടെ കാവലുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കേണ്ടി വരിക? പക്ഷെ നമുക്കത് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആൻ പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെ കൂടി നിങ്ങൾ നമസ്കരിപ്പിക്കുക. വസ്തബിർ അലൈഹാ, അത് നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങൾ എന്ത് ചെയ്യണേന് നിങ്ങൾ എനിക്കൊന്നും തരേണ്ടയില്ല, നിങ്ങളോട് ഞാൻ ഒരു റിസ്ഖും ചോദിക്കുന്നില്ല. അതേസമയം നഹ്നു റിസ്ഖുക, ഞാൻ നർസുഖുക, ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് എന്നാണ്. ഈ ആയത്തുകളുടെ ശറഹൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹു നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് നമ്മുടെ റിസ്കിനെ അറിയാത്ത രൂപത്തിൽ നമ്മുടെ കാര്യങ്ങളെ അള്ളാഹു തആല ഖൈറാക്കി തരുമെന്നാണ്. നമസ്കരിക്കുന്നവർക്ക് അള്ളാഹ് കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന് അതിന്റെ ശറഹിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹ് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്നാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇബാദത്തുകൾ നമ്മുടെ ഭാരം കുറക്കും. അതിനെ പുതിയ സയൻസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു ആത്മീയത, ഒരു സുഖം, ഒരു റാഹത്തൊക്കെ കിട്ടണമെങ്കിൽ നമസ്കാരം കൊണ്ട് അത് കിട്ടുമെന്നാണ്. നമ്മുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കും, നരകമോചനം ഉറപ്പാക്കപ്പെടും. അല്ലെ, എല്ലാവരും നമസ്കരിക്കുന്നവരാണ്, പക്ഷേ മനസ്സിനൊരു സ്വസ്ഥതയും കുളിർമയും ആരോഗ്യവും ഒരു റാഹത്തൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മൾ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദീനിയായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ചിട്ടയും സൂക്ഷ്മതയൊക്കെ പുലർത്തി പടച്ചവനോട് കുറച്ചുകൂടി അടുത്താൽ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ഇല്ലാതാക്കി തരും, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കി തരും, നമ്മുടെ പ്രതിസന്ധികളെ അല്ലാഹു ഇല്ലാതാക്കി എളുപ്പ വഴികൾ നമുക്ക് തുറന്നു തരും. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആൻ നമസ്കാരത്തെപ്പറ്റി, മുഅ്മിനീങ്ങളുടെ വിജയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ വചനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ നല്ല ഖുശൂ ഉണ്ട് എന്നാണ്. ഭക്തിയോടുകൂടിയാണ് അവരുടെ ഇബാദത്തുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല തവക്കുലോടും പരലോക ബോധത്തോടും നല്ല നീയത്തോടും പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കിയും ജമാഅത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ കുറച്ചുകൂടി സൂക്ഷ്മത കാണിച്ചും അതുപോലെ തന്നെ ഉള്ളതിലൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, സമയബന്ധിതമായി ഓരോന്ന് ചെയ്തു തീർക്കാനൊക്കെ ശ്രമിച്ചാൽ ഒരുപാട് ടെൻഷൻ നമുക്ക് കുറക്കാൻ കഴിയുമെന്നാണ്. അതേസമയം അള്ളാഹുവിനോടൊക്കെ ഇങ്ങനെ ഏറ്റിയേറ്റ് പറയും. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ തൊട്ടു മുമ്പ് ജീവിച്ച തലമുറ എന്ന് പറയുന്നത്, അവർക്കൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സൗകര്യമില്ലായിരുന്നു. സാങ്കേതിക രംഗത്തില്ല, വാഹന സൗകര്യങ്ങളില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളുടെ സൗകര്യങ്ങളില്ല, ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. 90 കിഡ്സ് 80 കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 1980കളിലും 90കളിലൊക്കെ ജീവിച്ചവർ തമ്മിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫൈറ്റാണ്. 2000 ജനറേഷൻ 2025 ജനറേഷനൊക്കെ ആയിട്ട് ഫൈറ്റാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങളൊക്കെ പലപ്പോഴും. 90 കിഡ്സിനെ 2K കിഡ്സ് പറയും, തന്ത വൈബിലാണ് അവർ ഓടുന്നതെന്ന് പറയും. പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. എവിടെ ചെന്നാലും ചവിട്ടും കുത്തുമാണ്, ആട്ടും തുപ്പായിരുന്നു അവർ അനുഭവിച്ചു. സ്നേഹത്തിന് വേണ്ടി എത്രയാണ് അവർ ഓടി നടന്നു, പക്ഷെ കിട്ടാനുണ്ടാവില്ല. ഇവിടെ ചെന്നാലും അടി ചീത്ത, അവിടെ ചെന്നാലും അടി ചീത്ത, പ്രാരാബ്ദങ്ങൾ, പട്ടിണിയൊക്കെയാണ് അവർ അനുഭവിച്ചത്. പക്ഷെ അവർ ജീവിതത്തിൽ തളർന്നു പോയില്ല എന്നുള്ളതാണ്. ജീവിതം അവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും അവരിന്നും മനോഹരമായി ജീവിക്കുന്നുണ്ട്. വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അല്ലേ? 7 വയസ്സും 6 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളെ കുട്ടികൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാണ്ട്, നമ്മുടെ പഴയ തലമുറ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച ഒരു അനുഭവം എന്നവർക്ക് കിട്ടിയിട്ടുണ്ടാകുക. എത്ര വസ്ത്രങ്ങളാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയ തലമുറ അങ്ങനെ വല്ല ഒരു ആസ്വാദനമുണ്ട്. 2 3 ജോഡി ചെരുപ്പില്ലാത്ത നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. സുഖങ്ങൾ, സന്തോഷങ്ങൾ എത്രയാണ്. പക്ഷെ പ്രാരാബ്ദം 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റെടുത്ത ഈ 80കളിലും 70കളിലും 90കളിലൊക്കെ ജീവിച്ച മനുഷ്യരിൽ, പക്ഷെ അവർക്ക് മനസ്സിന് നല്ല കരുത്തുണ്ടായിരുന്നു. ജീവിതത്തെ അവർ പൊരുതി നേരിടുകയായിരുന്നു. പക്ഷെ ഇന്നത്തെ പുതിയ കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് സങ്കടങ്ങളാണ്, പ്രശ്നങ്ങളാണ്, പരിഭവങ്ങളാണ്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അതുണ്ടായില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിച്ച് അങ്ങനെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതം ഇന്നത്തെ പുതിയ തലമുറക്ക് കിട്ടുകയാണ്. കാലം മാറിയിട്ടുണ്ട്, അവർക്കത് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എല്ലായിടത്തും സ്നേഹമാണ്, പരിഗണനയാണ്. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും അവരെ കൂടെയാണ്, കുട്ടികളുടെ കൂടെയാണ്, വിദ്യാർത്ഥികളുടെ കൂടെയാണ്, ചെറുപ്പക്കാരുടെ കൂടെയാണ്, പെൺകുട്ടികളുടെ കൂടെയാണ്, എല്ലാവരും സപ്പോർട്ടാണ്. പണ്ടൊക്കെ തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ലായിരുന്നു. പക്ഷെ അവർ ജീവിതത്തെ അനുഭവിച്ചും ആസ്വദിച്ചും എല്ലാത്തിനെയും പ്രതിരോധിച്ചും ജീവിതം പഠിച്ചവരാണ്. നമ്മളെ കുട്ടികളെയും അതിനെ നമ്മളാണ് പ്രാപ്തരാക്കേണ്ടത്. പക്ഷെ അവർക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും, വകവെച്ചു കൊടുക്കേണ്ടി വരും. അപ്പോഴേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതിന്റെ കൂടെ ദീനിന്റെ പാഠങ്ങൾ കൂടി അവർക്ക് പകർന്നു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ ഈ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ആത്മഹത്യകൾ നമുക്ക് കുറക്കാൻ പറ്റും, മാനസിക വിഷമങ്ങൾ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ജനറ്റിക്കലി പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. നേരത്തെ തന്നെ പരമ്പരാഗതമായ ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചില ട്രോമകൾ, അപകടങ്ങളൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യമായ കെമിക്കൽസിന്റെ ഒക്കെ കുറവുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ വരാൻ പറ്റും. നേരത്തെ ആ രോഗാവസ്ഥകൾ മനസ്സിലാക്കി അതിനൊക്കെ നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ ഇന്ന് പുതിയ കാലത്ത് അവൈലബിൾ ആണ്. അത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചികിത്സിച്ച് പ്രാർത്ഥിച്ച് പടച്ചോനിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രോഗാവസ്ഥകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കുക. പെട്ടെന്ന് കണ്ട് പേടിച്ചതാണ്, ഇന്നാള് മറ്റെന്തോ ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ ആളുകളുടെ ചില തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളൊക്കെയാണ്. അതൊക്കെ ജനറ്റിക്കലി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതികളാണ്. അപ്പോ അങ്ങനെ ഒരു പേടി ഉണ്ടാകുന്ന കുറച്ചു നേരത്തിലൊക്കെ നമ്മൾ ഒരു സംഗതി കണ്ട് പേടിച്ചേക്കാം. പക്ഷെ അത് സ്ഥിരമായ പേടിയാകുക, ഒരു ബേജാറാകുക, ഒരു ഹൈപ്പറാകുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ചെറിയ ട്രീറ്റ്മെന്റിന് വിധേയമായാൽ നമുക്കതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ കഴിയും. നമ്മൾ അള്ളാഹുവിലേക്ക് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത്തരം രോഗാവസ്ഥകളുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നുണ്ടാവും. നമ്മളവരെ കളിയാക്കരുത്, മാനസിക രോഗിയെന്ന് വിളിക്കരുത്. വട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാലം കുറെ മാറി. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അത്തരം പ്രയാസമുള്ളവരെ നമ്മൾ കൂടെ നിർത്തുക. അവരുടെ വീടുകളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. കൂടെ നിൽക്കുന്നവർ അതിനേക്കാൾ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരായിരിക്കും.
അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു പ്രത്യേകത പരിഗണിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിന്റെ കരുത്ത് നൽകി നമ്മൾ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈമാൻ കൊണ്ടും ജീവിതത്തിന്റെ കരുത്തുകൊണ്ടും ഒക്കെ മുന്നേറാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ഉമ്മറാക്കൾ, ഉലമാക്കൾ, ഞങ്ങളുടെ മഹലിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ മനോഹരമായ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. ആഗ്രഹങ്ങളെ നീ സഫലീകരിക്കണ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിൽ അതുപോലെ തന്നെ അറബ് ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, യുദ്ധം ചെയ്യുന്നവരുണ്ട്, കഠിനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളായവരുണ്ട്, ശുഹദാക്കളായവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിൽ നീ സമാധാനം പുനഃസ്ഥാപിക്കണേ റഹ്മാനെ. ശുഹദാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗബാധിതർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് നീ സുരക്ഷിതത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.